റഫേൽ കേസിലെ വിധിക്കെതിരെ അപ്പീൽ പോകാൻ ഒരുങ്ങി ആന്റണി രാജു എംഎൽഎ. ഉടൻ ഹൈക്കോടതിയെ സമീപിക്കും. ആന്റണി രാജുവിനെതിരെ തുടർച്ചയായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അയോഗ്യനാക്കി വിജ്ഞാപനം ഇറങ്ങും മുൻപ് രാജിവെക്കണമെന്നാണ് ആവശ്യം. ഗതാഗത മന്ത്രിയായിരിക്കെ നടത്തിയ മുഴുവൻ പദ്ധതികളും ഇടപാടുകളും അന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ടി വി പ്രസാദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് പ്രസാദ്. അപ്പീൽ നൽകാൻ 1 മാസത്തെ സമയമുണ്ട്. ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്തായാലും ആ നീക്കത്തിലേക്ക് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കാനുള്ള തീരുമാനം. അതിനിടെ ഒരു പ്രതിഷേധം ഇന്നലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ്. ശക്തമായൊരു പ്രതിഷേധം ഇനിയുള്ള ദിവസങ്ങളിലും കാണാമല്ലേ? ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധി എന്നാണ് ആന്റണി രാജുവിനോട് അടുപ്പമുള്ളവരെല്ലാം പറയുന്നത്. പക്ഷേ ഇതിലിപ്പോൾ ശിക്ഷ റദ്ദാക്കിയാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ വിധിക്ക് സ്റ്റേ കിട്ടിയാലും ഇല്ലെങ്കിലും എംഎൽഎ സ്ഥാനം അത് അയോഗ്യനാവും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ നടപടികൾ നിയമസഭാ സെക്രട്ടേറിയറ്റ് തുടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ തന്നെ ആന്റണി രാജുവിനെതിരായി ശക്തമായ പ്രതിഷേധം അത് ഉയർത്തിക്കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും തീരുമാനം. ഇന്നലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗമായി ഉണ്ടായത്. വൈകിട്ട് അതുപോലെ തന്നെ കോടതി വളപ്പിൽ നിന്ന് ശിക്ഷാ പ്രഖ്യാപനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്തും വലിയ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. പ്രധാനപ്പെട്ട പ്രശ്നം നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരയും തലയും മുറുക്കി ഇറങ്ങുന്നതിനിടയിലാണ് LDFന് കനത്ത തിരിച്ചടിയായി തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള MLA ആയ ആന്റണി രാജുവിനെതിരെ ഈ വിധി ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കോടതിയിലുള്ള തൊണ്ടി മുതലിൽ കൃത്രിമം വരുത്തി എന്നതാണ് കോടതിയിൽ തെളിയിച്ചിരിക്കുന്നത്. അത് കനത്ത തിരിച്ചടി തന്നെയാണ്. ഉറപ്പായും നേരത്തെ ഇതേ LDF സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്നു ആന്റണി രാജു. ഇനിയിപ്പോൾ 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള വിലക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു മത്സരിക്കില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അക്കാര്യവും മണ്ഡലത്തിൽ ചർച്ചയാകുന്നതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും ചർച്ചയാക്കാൻ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. എന്തായാലും ആന്റണി രാജു വളരെ പെട്ടെന്ന് ഇതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശിക്ഷ 7 കൊല്ലത്തിൽ കുറവായതുകൊണ്ടാണ് ഇന്നലെ തന്നെ കോടതി ജാമ്യം അനുവദിക്കുന്ന സ്ഥിതിയും ഉണ്ടായത്. ടി വി പ്രസാദ്, ഇന്നലത്തെ വിധിയോടുകൂടി MLA സ്ഥാനത്ത് നിന്ന് ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ടു. അതിനുള്ള ഔദ്യോഗിക വിജ്ഞാപനം ഇനി ഇറങ്ങേണ്ടതുണ്ട്. അതിനു മുൻപേ രാജിവെക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യം. അത്തരത്തിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ സാധ്യത ഇപ്പോഴുണ്ടോ, അതോ ഈ ഔദ്യോഗിക വിജ്ഞാപനത്തിനായുള്ള കാത്തുനിൽപ്പാണോ? അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആവശ്യമാണ്. സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമം അനുസരിച്ചുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യരാക്കുക എന്ന് പറയുന്ന നടപടി ചെയ്യാനുള്ള നടപടിക്രമം മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ ആന്റണി രാജുവായി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അത് നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കും. കാരണം അതാണ് ചട്ടം. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തുന്നത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. LDFന്റെ മന്ത്രിയായിരുന്ന ഒരാൾ, LDFന്റെ നിലവിലുള്ള MLA കോടതിയുടെ പരിഗണനയിലുള്ള തൊണ്ടി മുതൽ എടുത്ത് അതിൽ കൃത്രിമം വരുത്തി തന്റെ പ്രതിയെ രക്ഷിക്കാനുള്ള ഗൂഢശ്രമം നടത്തിയിരിക്കുന്നത് MLA ആണ്, ഇടതുപക്ഷ MLA ആണ് എന്നുള്ള വിഷയമാണ് പ്രധാനമായും കോൺഗ്രസ് ഇതിൽ രാഷ്ട്രീയ ആയുധമാക്കുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സമരവും അതുപോലെ തന്നെ MLA സ്ഥാനത്തിന്റെ അയോഗ്യതയും സംബന്ധിച്ച് ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ നടപടിക്രമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.